ശബരിമല സ്വർണ്ണമോഷണത്തിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ എഫ്ഐആറിലുള്ള മുഴുവൻ പേരെയും പ്രതികളാക്കി ഇ.ഡി. അന്വേഷണം നടത്തും. ഇ.ഡി. കൊച്ചി യൂണിറ്റാണ് PMLA നിയമപ്രകാരം ECIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തിയോഫിൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. തിയോഫിൻ, അതായത് സ്വർണ്ണമോഷണ കേസ് മറ്റൊരു മാനം കൂടി അതിനെ കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ കള്ളപ്പണം അടക്കമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാനാണ് ഇപ്പോൾ ഇ.ഡിയുടെ നീക്കമുണ്ടാകുന്നത്. അതായത് ഒരു കേന്ദ്ര ഏജൻസി ഈ കേസ് അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വർണ്ണമോഷണ കേസിന്റെ ആ ഒരു മാനം തന്നെ മാറിയിരിക്കുന്നു, മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് തിയോഫിൻ. അതിനായി ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ നേരത്തെ തന്നെ ഇ.ഡി. ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തിയിരുന്നു. ഒക്ടോബർ മാസം മുതൽ തന്നെ അവർ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം അവർ ശേഖരിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വിജിലൻസ് നൽകാനായി വിജിലൻസ് കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഈ കേസുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. വിജിലൻസ് എടുത്ത കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, കാരണം സാധാരണഗതിയിൽ പോലീസ് ഒരു കേസ് അന്വേഷിക്കുമ്പോൾ നമുക്കറിയാം പ്രാഥമിക വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്താണ് കേസ് അന്വേഷണം തുടങ്ങുക. സമാനമായ രീതിയിൽ ഇ.ഡി. നടത്തുന്നത് ECIR ആണ്. കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, ഇ.ഡിയുടേതായ ഒരു കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയാണ് ആ കേസ് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. അതിൽ SIT നേരത്തെ എടുത്തിട്ടുള്ള കേസിലെ പ്രതികൾ, അതായത് 18ഓളം പ്രതികളുണ്ട്. ആ പ്രതികളെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, അതുപോലെ തന്നെ 2019 അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മറ്റ് അംഗങ്ങൾ എന്നിവരുൾപ്പെടെ SITയുടെ കേസിൽ 18ഓളം പേരാണ് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഈ 18 പേരെ ECIRലും ഇ.ഡി. പ്രതിസ്ഥാനത്താക്കിയിട്ടുണ്ട്. ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് പ്രധാനമായും ഇ.ഡി. നടത്തുക. കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടായിട്ടുണ്ടോ, കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതാണ് ഈ പ്രധാനമായും ഇ.ഡി. അന്വേഷിക്കുന്നത്. അതാണ് ഈ PMLA ആക്ട് പ്രകാരം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള ഒരു കേസാണ് ഇ.ഡി. രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണവുമായി മുന്നോട്ട് പോവുക. ഇതിനു വേണ്ടി തന്നെ നിലവിൽ SIT അറസ്റ്റ് ചെയ്തിട്ടുള്ളവരെ കസ്റ്റഡിയിൽ കിട്ടണമെന്ന് അധികം വൈകാതെ തന്നെ ഇ.ഡി. ആവശ്യപ്പെടുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ടാണ് അവരെ ചോദ്യം ചെയ്താണ് കേസുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുക. ഇനി മറ്റൊരു നീക്കമുണ്ടാവുക, ഇ.ഡി. കേസ് എടുത്ത സാഹചര്യത്തിൽ ഇനി ഈ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള ഒരു നീക്കത്തിലേക്ക് പോകും. അതിനുള്ള അടുത്ത നടപടികളിലേക്കാണ് ഇ.ഡി. മുന്നോട്ട് പോവുക. കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, ഇവർ 3 പേരുടെയും ഇവർ തമ്മിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ടോ, ഈ ഇടപാടുകളിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും ഇതിൻ്റെ രേഖകളാണ് ഇ.ഡി. കൂടുതലായിട്ട് പരിശോധിക്കുക. അതുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോവുക. FIR ഉൾപ്പെടെയുള്ള രേഖകൾ ഇ.ഡി. നേരത്തെ ആവശ്യപ്പെട്ട കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഈ രേഖകൾ കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതിയാണ് നേരത്തെ ഉത്തരവിട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക വിവരങ്ങൾ പരിശോധിച്ച ശേഷം ഇ.ഡി. കേസെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഇ.ഡി. കൊച്ചി യൂണിറ്റാണ് കേസെടുത്തത്. കൊച്ചി യൂണിറ്റിലെ ഒരു ജോയിൻറ്റ് ഡയറക്ടർക്കാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ചുമതല. ഇതിൻ്റെ അടുത്ത ഘട്ട നടപടികളിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ECIR രജിസ്റ്റർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകേണ്ടത് അടുത്ത നടപടികൾ, കൂടുതൽ ഈ രേഖകൾ മുഴുവനായി ഇ.ഡി. കളക്ട് ചെയ്യുക എന്ന ഒരു നടപടി, അതോടൊപ്പം തന്നെ ഈ പ്രതികളെ ഇ.ഡിയുടെ കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെട്ടുള്ള അപേക്ഷ നൽകുക, അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് ഓരോരുത്തരെയും ചോദ്യം ചെയ്യുക. ഇതിൽ ആണ് ഈ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ഇവർ തമ്മിലുള്ള ഇടപാടുകളിൽ, അതായത് ഈ പ്രതികളായവർ തമ്മിലുള്ള ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നുകൂടി ഇ.ഡി. അന്വേഷിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇ.ഡി. കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. നേരത്തെ തന്നെ, അതായത് കേസിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിച്ചു വന്നപ്പോൾ മുതൽ തന്നെ ഇതിനായുള്ള ഇ.ഡി. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ആ പ്രാഥമിക വിവരങ്ങളെല്ലാം അവർ ശേഖരിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ കേസ് വിവരങ്ങൾ രേഖകൾ ലഭ്യമാക്കണം എന്ന കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് ECIR രജിസ്റ്റർ ചെയ്തതും. ഇനി കേസുമായി മുന്നോട്ട് പോകുന്നു. ഒപ്പം ഏറ്റവും കൂടുതലായി ഒരു പുതിയ വിവരം കൂടി നമുക്കിപ്പോൾ പറയേണ്ടതുള്ളത്, ഈ 18 പേർ എന്നത് തന്നെ കേസ് കുറച്ചുകൂടി വ്യാപകമാകുന്നു. നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിലായതോടുകൂടി തന്നെ ഈ കണ്ഠരരുമായി ബന്ധപ്പെട്ട തന്ത്രിക്ക് ഈ കള്ളപ്പണ ഇടപാടിൽ പങ്കുണ്ടോ, ഇദ്ദേഹത്തിന് കള്ളപ്പണത്തിൻ്റെ വിഹിതം കിട്ടിയിട്ടുണ്ടോ എന്നതും ഇ.ഡി. അടുത്ത ഘട്ടത്തിൽ അത് അന്വേഷിക്കും. അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഒരു അറസ്റ്റ് കൂടി നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇ.ഡിയുടെ അന്വേഷണം കുറച്ചുകൂടി ഊർജിതമാകും വളരെ വേഗം തന്നെ. ഭദ്ര, തീർച്ചയായും തിയോഫിൻ, എന്തായാലും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇ.ഡിക്ക് തുടക്കം മുതൽ ഇ.ഡി. പറയുന്നൊരു കാര്യം, രാജ്യാന്തര തലത്തിലുള്ള ഇടപാടുകളൊക്കെ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഇ.ഡിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിജിലൻസ് കോടതിയിലേക്ക് ഈ എഫ്ഐആറിൻ്റെ വിവരങ്ങളും മറ്റും
കൈമാറണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് കോടതിയെ സമീപിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇ ഡി കേസ് ഏറ്റെടുത്ത അന്വേഷണം ആരംഭിക്കുന്ന അല്ലെങ്കിൽ ECIR രജിസ്റ്റർ ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ കൂടി പരിശോധിക്കുമ്പോൾ രാജ്യാന്തര തലത്തിൽ എത്രത്തോളം ഈ കേസിന് പ്രാധാന്യമുണ്ട് എന്നതുകൂടി വരികയാണ്. ഏതൊക്കെ രീതിയിലേക്ക് ഈ സ്വർണം പോയിട്ടുണ്ട്, പണം എവിടെ നിന്നൊക്കെ കൈകളിലേക്ക് പോറ്റിയുടെയും മറ്റുമൊക്കെ കൈകളിലേക്ക് വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം കടക്കുന്നു എന്നുള്ളതാണ്. ഭദ്ര, അതായത് ഈ നിലവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ ഈ ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നത് അന്വേഷിക്കുന്നുണ്ട്. ഈ രാജ്യാന്തര തലത്തിലുള്ള പണം കൈമാറ്റം, അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നത് അന്വേഷിക്കുന്നുണ്ട്. ED അന്വേഷിക്കുന്ന മറ്റൊരു വിവരം കൂടി ഈ മറ്റൊരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ബന്ധം നോക്കുമ്പോൾ സാധാരണ ഈ പലപ്പോഴും പുരാവസ്തുക്കൾ, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഗ്രഹങ്ങളൊക്കെ കടത്തുകയും അതെല്ലാം വലിയ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്ന ഒരു സംഘമുണ്ട്. അത്തരം സംഘവുമായി ഈ പ്രതികൾക്ക് ബന്ധമുണ്ടോ എന്ന കാര്യം കൂടി ED അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഇത്തരം സംഘങ്ങളോ ഇതിൻ്റെ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കളോ ക്ഷേത്ര വിഗ്രഹങ്ങളോ ഒക്കെ കടത്തുകയും അത് കൈമാറ്റം ചെയ്യുകയും അല്ലെങ്കിൽ വൻവിലയ്ക്ക് പുറത്ത് വിറ്റഴിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരെ കൂടി കേന്ദ്രീകരിച്ച് കൂടിയുള്ള അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് കൂടി അന്വേഷണം പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. എന്തായാലും ED ആദ്യമായി അന്വേഷിക്കുന്നത് ഇതിനകത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ, ഈ പ്രതികൾ തമ്മിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതാണ്. അടുത്ത ഘട്ടമായിട്ടാണ് ഈ അന്താരാഷ്ട്ര ഇടപെടൽ കൂടി അന്വേഷിക്കുക. അതിൽ ഏത് രീതിയിലുള്ള പണം കൈമാറ്റം നടന്നിട്ടുണ്ടെന്നതാണ് പ്രധാനമായും ED അന്വേഷിക്കുന്നത്. ശരി.